വളരെ അത് ചെയ്ത് ഒരു വരുമാനം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു 10,000 രൂപയുടെ പരസ്പര സഹായ നിധി കരയോൻ പുറത്താളെ അന്വേഷിച്ചപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കരയോൻ കമ്മിറ്റിക്കാരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് 10,000 രൂപയുടെ പരസ്പര സഹായ നിധി ആരംഭിച്ചു. അതിൽ പുറത്തുനിന്നുള്ള അംഗങ്ങൾ വളരെ കുറവായിരുന്നു. അങ്ങനെ ആ കമ്മിറ്റിക്കാരെ ഉപയോഗിച്ചുകൊണ്ട് മാത്രം കൂട്ടി നമ്മൾ ആരംഭിച്ച പരസ്പര സഹായ നിധി വൻ വിജയമായിരുന്നു. അങ്ങനെ 10,000 രൂപ ആദ്യമായി കരയോട്ടിലേക്ക് സമാഹരിക്കുന്നതിന് സാധിച്ചു. അങ്ങനെ നമ്മൾ ആ ഒരു വിശ്വാസം കമ്മിറ്റിക്കാരിലും അംഗങ്ങളിലും കുറേശ്ശെ ഉണ്ടാക്കിയെടുത്ത് പ്രത്യേകിച്ച് നമ്മുടെ കരയോം പ്രസിഡന്റായ കിട്ടിച്ചേട്ടന്റെ ഗുഡ്വില്ല് അതുപോലെ തന്നെ അവരുടെയൊക്കെയുള്ള ആ സാമ്പത്തിക കാര്യങ്ങളിലുള്ള കൃത്യത, നമ്മുടെ കരയോം കല്യാണി കുട്ടച്ചേട്ടന്റെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം, ഇവരുടെ എല്ലാം ഈ ഒരു സത്യസന്ധതയും കൃത്യതയും കരയോം കൃത്യമായിട്ട് മുതലാക്കി ആ ഒരു വിശ്വാസ്യത അംഗങ്ങൾക്ക് ഉറപ്പുള്ളത് കൊണ്ട് പല അംഗങ്ങളും ആദ്യമായിട്ട് നമ്മുടെ പരസ്പര സഹായ നിധിയിൽ ചേരുവാൻ തയ്യാറായി. അങ്ങനെ ഒരു 25,000 രൂപയുടെ പരസ്പര സഹായ നിധി ആദ്യമായി തുടങ്ങി 10,000 രൂപയ്ക്ക് ശേഷം അത് വളരെ കൃത്യമായിട്ടും ഭംഗിയായിട്ടും നടത്തുന്നത് നമുക്ക് സാധിച്ചു. 1 രൂപ പോലും കുടിശ്ശികയില്ലാതെ മുഴുവൻ ആളുകളും ഈ സഹായ നിധിയിൽ ചേർന്നുകൊണ്ട് കരയോട്ടിലേക്ക് അതുവഴി അംഗങ്ങളെ സഹായിക്കുന്നത് നമുക്ക് സാധിച്ചു. അതിനുശേഷം 50,000 രൂപയുടെ പരസ്പര സഹായ നിധി ആരംഭിച്ചു. അങ്ങനെ 1, 2, 3 ഇപ്പോൾ നമ്മൾ 10 പരസ്പര സഹായ നിധിയാണ് വളരെ വിജയകരമായി നടന്നു വരുന്നത്. 250 ആളുകളാണ് നമ്മൾ ഈ കരയോട്ടിലെ ഈ പരസ്പര സഹായ നിധിയിൽ ചേർന്ന് നമ്മളെ സഹായിക്കുന്നത്. കരയോട്ടിൽ ചേർന്ന് പരസ്പര സഹായ നിധിയിൽ ചേരുന്നവരെ കരയോ ഒരിക്കലും നിരാശപ്പെടുത്താറില്ല. കൃത്യതയും വളരെ കൃത്യമായിട്ട് അവർക്ക് പൈസ കൊടുക്കാറുണ്ട്. അതിലുപരി കരയോട്ടിന്റെ കൂടെ പരസ്പര സഹായ നിധിയിൽ ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും കരയോ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. കഴിഞ്ഞ ഒരു വർഷം മാത്രം 1,24,000 രൂപയുടെ പ്രോത്സാഹന സമ്മാനം ഈ കരയോഗം നടത്തി വരുന്ന പരസ്പര സഹായ നിധിയിൽ അംഗങ്ങളായിട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ കരയോഗത്തിൽ അങ്ങനെയുള്ള എന്ത് കാര്യം പരസ്പരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി കരയോഗത്തിലേക്ക് വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതി നടപ്പാക്കുകയും ചെയ്തുകൊണ്ട് 10 പരസ്പര സഹായ നിധി 10 എണ്ണം നടത്തുമ്പോൾ അടുത്ത 1, 2 എണ്ണം പെൻഡിങ്, അതായത് ആളുകൾ ചേരാൻ വേണ്ടിയിട്ട് പേര് തന്നിട്ട് പോകുന്ന ഒരവസ്ഥ നിലവിലുണ്ട്. അതിലുപരി നമ്മുടെ മണക്കാട് സ്കൂള് പ്രിൻസിപ്പൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ ഭാഷ റിപ്പോർട്ടുള്ള കാര്യമല്ല, എന്നാൽ പോലും അതുപോലെ ഒന്ന് പറഞ്ഞു പോകാം. കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ മണക്കാട് സ്കൂളിൽ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കുട്ടികൾ കൂടുതൽ, അതായത് വിദ്യാഭ്യാസ നിലവാരം വർദ്ധിച്ചു വരുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സ്കൂള് പ്രവർത്തനത്തിൽ വളരെയധികം പുറകോട്ട് പോയിരുന്നു. ഒരു 25-30 വർഷം മുമ്പ് 10,000-1,500 കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്ന നമ്മുടെ വിദ്യാലയം അതിൽ നിന്നൊക്കെ വളരെയധികം താഴെ പോയി. പക്ഷെ നമ്മുടെ ഈ ബിന്ദു ടീച്ചർ, അതുപോലെ ഇപ്പോഴത്തെ ഹെഡ് മാസ്റ്റർ ശ്രീജ ടീച്ചർ, ഇവരുടെ എല്ലാം പ്രവർത്തനത്തിന്റെയും സഹകരണത്തിന്റെയും കൂട്ടായ്മയുടെയും ഫലമായിട്ട് വളരെയധികം പ്രവർത്തനങ്ങൾ അവർ ഈ സ്കൂളിൽ നടത്തുന്നുണ്ട്. സ്കൂളിന് വേണ്ടിയിട്ട് നടത്തുന്നുണ്ട്, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ 1, 2 പ്രാവശ്യം അവർ കരയോഗത്തോട് എന്തെങ്കിലും രീതിയിൽ നമ്മുടെ സ്കൂളിനെ ഏതെങ്കിലും രീതിയിൽ ചെറിയ സഹായങ്ങൾ നമ്മൾ ചെയ്യാൻ സാധിക്കുമോ എന്ന് അന്വേഷിച്ചു. കരയോഗം കമ്മിറ്റി ഈ വിഷയം പല പ്രാവശ്യം ചർച്ച ചെയ്തെങ്കിലും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ അംഗങ്ങളെ സഹായിച്ചിട്ട് നമുക്ക് 1 രൂപ പോലും കുട്ടികളെ സഹായിക്കാനാണെങ്കിൽ പോലും പുറത്തു കൊടുക്കാനുള്ള ഒരു സാഹചര്യം നമുക്കില്ല. അപ്പോൾ ആ കാര്യം നമ്മുടെ പ്രിൻസിപ്പലിനെ എടുത്ത് പറഞ്ഞിട്ട് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ 10 പരസ്പര സഹായ നിധി നടത്തുന്നുണ്ട്. 11ാമത് ഒരു പരസ്പര സഹായ നിധി കൂടി നമുക്ക് വയ്ക്കാം. സ്കൂളിൽ 30, 35, 40ഓളം അധ്യാപകരുണ്ട്. അവർക്ക് പലർക്കും ലോണുണ്ട്, കടബാധ്യതകളുണ്ട്. എങ്കിൽ തന്നെയും അവരൊക്കെ പല സ്ഥലങ്ങളിൽ പരസ്പര സഹായ നിധിയിൽ ചേർന്നിട്ടുള്ള ആളുകളാണ്. അത് തീരുന്ന മുറയ്ക്ക് നമ്മൾ കരയോഗത്തിന്റെ കൂടെ ഒരു പരസ്പര സഹായ നിധി ചേരുകയാണെങ്കിൽ നമുക്ക് ആ തുക നമുക്ക് സ്കൂളുകളുടെ പുരോഗതിക്ക് വേണ്ടി നമുക്ക് വിനിയോഗിക്കാൻ സാധിക്കും. അങ്ങനെ പറഞ്ഞ പ്രിൻസിപ്പളോട് പറഞ്ഞപ്പോൾ തന്നെ സാറ് പറഞ്ഞത് നമുക്കൊരു കാര്യം ചെയ്യാം, അത് വളരെ നല്ല അഭിപ്രായമാണ്. അത്രയും നല്ലൊരു തുക നിങ്ങൾ സമാഹരിച്ച സ്കൂളിലേക്ക് വന്നാൽ നമുക്ക് ഒരു ചെറുതല്ലാത്ത ഒരു വികസനം നമുക്ക് സ്കൂളിൽ നടത്താൻ സാധിക്കും. അങ്ങനെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം ഒരു പരസ്പര സഹായ നിധി, ഈ സീരീസിലുള്ള പരസ്പര സഹായ നിധി കരയോഗം 11ാമത്തെ എണ്ണമായിട്ട് കഴിഞ്ഞ വർഷം ആരംഭിച്ചു. അതിലൂടെ സമാഹരിച്ച 1.5 ലക്ഷം രൂപ നമ്മൾ ഈ മണക്കാട് സ്കൂളിന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഈ സ്കൂളിന്റെ ഭൗതിക സാഹചര്യം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിൻസിപ്പലിനെ ഏൽപ്പിച്ചു. ആ ഒരു കാര്യം കൊണ്ടാണ് സ്കൂൾ നന്നായത് എന്ന് പറയുന്നില്ല. ആ ടീച്ചറിന്റെ പ്രിൻസിപ്പലിന്റെ വളരെയധികം നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ PTA നമ്മുടെ രാജേഷാണ് അതിന്റെ പ്രസിഡന്റ്. അദ്ദേഹം വളരെ നല്ല രീതിയിലുള്ള സ്കൂൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ നല്ല പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. എല്ലാം കൂടെ കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്കൂളിന് അല്പം നല്ല രീതിയിലുള്ള കാഴ്ചക്ക്
കാഴ്ചക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള വ്യത്യാസങ്ങൾ നമ്മുടെ സ്കൂളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. നാളെയാണ് നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഏറ്റവും വലിയ പോരായ്മ സ്കൂൾ ബസ് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. നാളെ അതിൻ്റെ ഒരു ഫ്ലാഗ് ഓഫ് യൂണിയൻ പ്രസിഡന്റ് നിശ്ചയിച്ചിട്ടുണ്ട്. അടുത്ത ഒരു വർഷത്തേക്ക് നമുക്ക് സ്കൂൾ ബസ് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാ രീതിയിലും നമ്മുടെ കുട്ടികൾക്ക് എല്ലാ സൗകര്യവും വരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂൾ പ്രിൻസിപ്പളും സ്കൂൾ അധികൃതരും ഇവിടുത്തെ അധ്യാപകർ എല്ലാവരും കൂടി നടത്തുന്നുണ്ട്. ആ കരയോളം ടീച്ചർ ചോദിച്ചപ്പോൾ പറഞ്ഞ് കരയോളം ടീച്ചറെ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള ഏത് നല്ല കാര്യത്തിലും മണക്കാട് കരയോളം 100% മണക്കാട് സ്കൂളിന്റെ കൂടെ ഉണ്ടാവും എന്ന കാര്യം ടീച്ചർ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിദ്യാഭ്യാസ അവാർഡുകൾ കരയോഗത്തിലാകെ ഇപ്പൊ 2,23,000 രൂപയാണ് നമുക്ക് കരയോഗത്തിൽ എൻഡോവ്മെന്റ് ഇനത്തിൽ ആളുകൾ സംഭാവനയായിട്ട് നൽകിയിട്ടുള്ള സ്ഥിര നിക്ഷേപമുള്ളത്. അതിന്റെ ഇൻട്രസ്റ്റ് കൊണ്ടാണ് നമ്മൾ ഈ കുട്ടികൾക്ക് വിദ്യാഭ്യാസ എൻഡോവ്മെന്റുകൾ നൽകി ഈ ഓരോ വാർഷിക പൊതുയോഗത്തിലും +2 അല്ലെങ്കിൽ SLC അല്ലെങ്കിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ നമ്മൾ അവാർഡുകളും എൻഡോവ്മെന്റുകളും നൽകി പ്രോത്സാഹിപ്പിക്കുന്നത് ഈ 2,23,000 രൂപ ഓരോ കുടുംബങ്ങളിലും നൽകിയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എൻഡോവ്മെന്റ് നിക്ഷേപങ്ങൾ അതിന്റെ പലിശ കൊണ്ടാണ്. ആ 2,23,000 രൂപ ഇൻവെസ്റ്റ് എടുത്താണ് ഈ സ്കൂളിലെ കുട്ടികളെ പ്രിൻസിപ്പൾ തരുന്ന ലിസ്റ്റ് മാത്രമാണ് നോക്കിയിട്ടുള്ളൂ. ഹെഡ് മാസ്റ്റർ തരുന്ന ലിസ്റ്റ് പ്രകാരം മാത്രമാണ് കുട്ടികൾക്ക് എൻഡോവ്മെന്റുകൾ നൽകുന്നത്. +2 ഫുൾ A+ കുട്ടികൾ നിരവധി മിടുക്കന്മാരുണ്ട്. ടീച്ചർ തന്നിട്ടുള്ള 20 കുട്ടികളെയും കമ്മിറ്റി പരിശോധിച്ച 20 കുട്ടികൾക്കും ഓരോ എൻഡോവ്മെന്റുകളും മെമ്മന്റോകളും നൽകുന്നതിന് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന 6 കുട്ടികളുടെ ലിസ്റ്റാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഹെഡ്മിസ്ട്രസ് തന്നിട്ടുള്ളത്. ആ കുട്ടികളെയും നമ്മൾ മറ്റൊരു കാര്യവും നോക്കാതെ മറ്റൊരു മാനദണ്ഡവും നോക്കാതെ തന്നെ ആ കുട്ടികൾക്ക് നമ്മൾ എൻഡോവ്മെന്റ് നൽകുന്നതിന് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങൾ നമ്മുടെ കരയോഗത്തിൽ വരുന്നത് ഇത്തരത്തിൽ കൊടുക്കാൻ വേണ്ടി കരയോഗത്തെ പ്രാപ്തമാക്കുന്നത് കരയോഗത്തിലുള്ള ഓരോ അംഗങ്ങളും ഓരോ കുടുംബാംഗങ്ങളുമാണ്. അവർ തരുന്ന നിക്ഷേപങ്ങൾ വളരെ കൃത്യമായിട്ട് നിക്ഷേപം ബാങ്കിൽ നിക്ഷേപിച്ചുകൊണ്ട് അതിന്റെ ഇൻട്രസ്റ്റ് കൊണ്ട് ഓരോ കുട്ടികൾക്കും നമ്മൾ കൃത്യമായിട്ട് അതിന്റെ പലിശ എടുത്തുകൊണ്ട് ഓരോ വർഷവും ഇതുപോലെ എൻഡോവ്മെന്റുകളും വിദ്യാഭ്യാസ പ്രോത്സാഹനങ്ങളും നൽകി നമ്മുടെ സ്കൂളിലെയും നമ്മുടെ കരയോഗത്തിലെയും കുട്ടികളെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കരയോഗ കമ്മിറ്റിയും ഈ കരയോഗവും വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം അക്കാര്യത്തിൽ നടത്തുന്നുണ്ട്. പറഞ്ഞു വന്നത് നമ്മുടെ കുടുംബമേളയുടെ കാര്യമാണ്. കുടുംബമേളയിൽ നിന്നാണ് ഇങ്ങനെ പോയത്. ബഹുമാനപ്പെട്ട യൂണിയൻ പ്രസിഡന്റ് വന്നു കഴിഞ്ഞു. നമുക്ക് കറണ്ട് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് പറയാനുള്ളത് കേട്ട് നമ്മുടെ മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം. വാർഷിക റിപ്പോർട്ടും മറ്റു കാര്യങ്ങളും അതിനുശേഷം നമ്മുടെ കാലാവസ്ഥയും മറ്റു കാര്യങ്ങളും അനുസരിച്ച് ഞാൻ പറഞ്ഞുകൊള്ളാം. എന്ത് പറഞ്ഞാലും കരയോഗത്തിന്റെ ഭാവി പ്രവർത്തനങ്ങൾ കരയോഗത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഓഡിറ്റോറിയം ഇല്ല എന്നുള്ളത് പോരായ്മ ഇപ്പോഴും നിലനിൽക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തികം സമാഹരിക്കുന്നതിന് ഒരു പ്രവർത്തനത്തിലൂടെ, അതായത് ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ പരസ്പര സഹായ നിധി വെച്ച് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം സ്വരുത്തി വച്ച് ഒരു ഓഡിറ്റോറിയം നിർമ്മിക്കുക എന്നുള്ള രീതിയിലേക്ക് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. കരയോഗത്തിന്റെ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അതൊരു ഭാവി പ്രവർത്തനങ്ങൾ പറയുമ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മളിപ്പോൾ മഴ കാരണം ഇവിടെ ഇരിക്കാനും നമ്മുടെ ഭോജനശാല, നമ്മുടെ ചായ ഉണ്ടാക്കുന്ന സ്ഥലം മഴ കാരണം വളരെയധികം ബുദ്ധിമുട്ടാണ്. ടീച്ചർ പറഞ്ഞത് വരും വർഷം അടുത്ത വർഷത്തേക്ക് മിക്കവാറും നമുക്ക് ആ ഭാഗം കംപ്ലീറ്റ് ഷീറ്റിട്ട് എടുക്കാനുള്ള ഒരു പ്രോജക്റ്റ് പ്രിൻസിപ്പളിന്റെ മനസ്സിലുണ്ട്. ഏകദേശം ഒരു നല്ല തുക അതിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് എന്നാണ് പ്രിൻസിപ്പൾ പറഞ്ഞത്. പ്രിൻസിപ്പൾ പറയുമ്പോൾ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരുമായിരിക്കും. എന്നിരുന്നാലും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്കൂൾ പ്രിൻസിപ്പൾ, അതുപോലെ തന്നെ നമ്മുടെ തൊടുപുഴ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് എത്തിച്ചേർക്കുന്നത് നമ്മുടെ തൊടുപുഴ താലൂക്ക് യൂണിയന്റെ ഒരു ഓഡിറ്റോറിയം നമ്മുടെ തൊടുപുഴ താലൂക്ക് നമ്മുടെ കഴിഞ്ഞ സമ്മേളനത്തിൽ നമ്മുടെ അവിടെ വെച്ച് യൂണിയൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചതാണ്. അതിൽ നമ്മുടെ അംഗങ്ങൾക്കെല്ലാം കമ്മിറ്റിക്കാരുൾപ്പെടെ പല കാര്യങ്ങളിൽ സംശയമുണ്ട്. അത് നമ്മൾ വിചാരിച്ച രീതിയിൽ അത്ര ആ രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോകുന്നതിന് ചെറിയ തടസ്സങ്ങൾ വന്നു. അതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ പ്രസിഡന്റ് വിശദീകരിക്കും എന്ന് കരുതുന്നു. ഇനിയുള്ള റിപ്പോർട്ടുകളും വാർഷിക വരവ് ചെലവ് കണക്ക് ബജറ്റ് അതെല്ലാം ഈ നടപടികൾക്ക് ശേഷം അവതരിപ്പിച്ചുകൊള്ളാം. കാരണം കറണ്ട് പോവുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട തൊഴിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റിന്റെ ഉദ്ഘാടനവും മറ്റു കാര്യങ്ങളും പെൻഡിങ്ങാവും. ഇത്രയധികം കാര്യങ്ങൾ ഈ
ഇനിയും വളരെയധികം കാര്യങ്ങൾ റിപ്പോർട്ട് പറയുകയാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ നിന്ന് കലയോട്ടത്തിന് കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ പറയാനുണ്ട്. അതൊക്കെ നമുക്ക് നമ്മുടെ സമയം പോലെ പറയാം. മാത്രമല്ല നമ്മുടെ ഓരോ മാസത്തെയും പൊതുയോഗത്തിൽ കലയോട്ടത്തിൻ്റെ ഓരോ മാസത്തെയും പൊതുയോഗത്തിൽ കലയോട്ടത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും അതുപോലെ വരവ് ചെലവ് കണക്കുകൾ കൃത്യമായിട്ട് ഓരോ മാസം പൊതുയോഗത്തിലും വായിച്ച് കൃത്യമായിട്ട് അവതരിപ്പിച്ച് പാസ്സാക്കി എടുക്കാറുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇതിന് ശേഷം നമുക്ക് സംസാരിക്കാം. ഈ വാർഷിക റിപ്പോർട്ടും പകുതിയെ വായിച്ചിട്ടുള്ളൂ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഇന്ന് നമ്മൾ ഇതിന് ശേഷം അതുകൊണ്ട് തൊഴിലുറപ്പ് പ്രസിഡന്റിനെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് കുട്ടികളെ അനുമോദിച്ച് അവർക്കൊക്കെ എൻഡോമെന്റുകളും അവാർഡുകളും നൽകാനുള്ള വളരെയധികം സമയം അതിനു വേണ്ടി എടുക്കും. അതുകൊണ്ട് പ്രിയ പ്രസിഡന്റിനെ ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കുട്ടികളെ അനുമോദിച്ച് അവർക്ക് എൻഡോമെന്റുകളും പുരസ്കാരങ്ങൾ നൽകി അനുമോദിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട തൊഴിലുറപ്പ് താലൂക്ക് പ്രസിഡന്റിനെ ഏറെ ആദരവോടുകൂടി എടുത്തുകൊള്ളും. വേദിയിലും സദസ്സിലിരിക്കുന്ന വ്യക്തികളെ, സമാരാധ്യരായ കുടുംബാംഗങ്ങളെ, പ്രിയമുള്ള കുടുംബങ്ങളെ, ഇന്ന് രാവിലെ മുതൽ താലൂക്ക് യൂണിയനിൽ കുട്ടികളെ അനുമോദിക്കുന്ന ഒരു യോഗമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആവശ്യമായിട്ടൊരു കുമാരമംഗലം കരയോഗത്തിൻ്റെ ഒരു ഇലക്ഷൻ ആ പൊതുയോഗത്തിൽ പങ്കെടുക്കേണ്ടി വന്നു. അത് കഴിഞ്ഞാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ഈ കാലവർഷം ഇങ്ങനെ കരികൊണ്ടിരിക്കുമ്പോഴും ഈ ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞ് നിങ്ങളെയെല്ലാം കാണുമ്പോൾ വളരെയധികം സന്തോഷവും അതിലേറെ അഭിമാനവും. മണക്കാട് കരയോഗത്തിൻ്റെ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്യണമെന്നാണ് എൻ്റെ ബഹുമാന്യനായ സെക്രട്ടറി എന്നോട് ആവശ്യപ്പെട്ടത്. ഇവിടെ വന്നപ്പോഴാണ് ഇതൊരു കുടുംബമേളയുടെ ഒരു
വലിയ കുടുംബമേള അല്ലേ? ചെറിയ കുടുംബമേളയായിട്ട് എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി. നമ്മുടെ താലൂക്കിലെ ഒരു നായർ മഹാസമ്മേളനം, നായർ മഹാസമ്മേളനം എന്ന് പറഞ്ഞാൽ നായർ പ്രവർത്തക സമ്മേളനം, അത് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ആ സമ്മേളനത്തിൽ അത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിനാണ് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. രണ്ടാമത് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു മെഗാ തിരുവാതിര നടത്തുന്നത്. ഇത്രമാത്രം ചിട്ടിയോടും ഭംഗിയോടും കൂടി നമുക്കത് നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു അഭിമാനം നൽകുന്ന കാര്യമാണ്. ആയിരക്കണക്കിന് സ്ത്രീകൾ ഇതുപോലുള്ളൊരു ചെറിയ സ്ഥലത്ത് നമുക്ക് വലിയ സമ്മേളനങ്ങൾ നടത്താനുള്ള ഓഡിറ്റോറിയങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ സമയമനുസരിച്ച് നമുക്ക് കിട്ടാവുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ടായില്ല. നായർ മഹാസമ്മേളനം നടത്തണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ജനറൽ സെക്രട്ടറിയോട് അത് ആവശ്യപ്പെട്ട അദ്ദേഹം ഒരു വെയിറ്റ് നൽകിയിരുന്നു. പിന്നീട് അദ്ദേഹം അത് ജൂണിലെ ബഡ്ജറ്റ് സമ്മേളനത്തിന് ശേഷം ഓഗസ്റ്റ് സെപ്റ്റംബറിലേക്ക് മാറ്റാമെന്ന അഭിപ്രായമാണ്. നമ്മുടെ ഈ തിരുവാതിരയ്ക്ക് വേണ്ടി നമ്മുടെ ഈ സഹോദരിമാരെല്ലാം തയ്യാറെടുത്ത് അവർ അതിന് വേണ്ട വസ്ത്രങ്ങളൊക്കെ സെലക്ട് ചെയ്ത് ഇങ്ങനെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് പറയുന്നതാണ്. അവരോട് ഇനിയും അത് മാറ്റി വയ്ക്കാൻ പറയുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് അത് പ്രവർത്തക സമ്മേളനം എന്ന പേരിൽ നമ്മുടെ ബഹുമാന്യനായ സംഘടനാ നേതാവിനെ കൊണ്ട് നമ്മളത് ഉദ്ഘാടനം ചെയ്യുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമുദായത്തിനുള്ളിൽ തന്നെ നമുക്കൊരു ആത്മവിശ്വാസമില്ല എന്നുള്ളൊരു തോന്നൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഈ കരയോഗ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, താലൂക്ക് വേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ആളുകളെല്ലാം ഈ കരയോഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടോ, അവർ സഹകരിക്കുന്നുണ്ടോ, മറ്റ് സമുദായങ്ങൾ അങ്ങനെയല്ലേ, ഈ സമുദായങ്ങൾ ഇങ്ങനെയല്ലേ, ഇത്തരമുള്ള വിമർശനങ്ങൾക്ക് അപ്പുറത്തേക്ക് വിശാലമായ ഒരു വീക്ഷണത്തോടുകൂടി നമ്മുടെ സംഘടനയെ കാണുവാനും സഹകരിക്കുവാനും തയ്യാറാകാത്ത കുറേ ആളുകളുണ്ട്. അവരൊന്നും ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കും. ആ വിമർശനം എവിടെ വരെ എത്തുന്നു എന്നുള്ളത് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. നമുക്കറിയാം, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വലിയ വലിയ കാര്യങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ആളുകളിൽ തന്നെ ഒരു ആത്മവിശ്വാസം ഇല്ലായ്മ കൊണ്ടുവരുന്നു എന്നുള്ളത് കൊണ്ട് ഇങ്ങനൊരു വലിയ സമ്മേളനം നടത്തുമ്പോൾ നമ്മൾ നടത്തിയ സമ്മേളനം തന്നെ ഏതാണ്ട് 3500ഓളം പേര് ഇതിനകത്ത് പങ്കെടുത്തു. 3000ഓളം പേര് അവിടെ ഭക്ഷണം കഴിച്ചു. ഇത്രയും ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തി ഈ സമ്മേളനം വിജയിപ്പിക്കുമെന്ന് പലരും കരുതിയിരുന്നില്ല. എന്നിട്ട് പലരും വിളിച്ച് പറയുകയുണ്ടായി, കാലാവസ്ഥ ഇങ്ങനെയാണ്, നമ്മുടെ സൗകര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളൂ, പിന്നെ ഇത് പേരിട്ട് പ്രവർത്തന സമ്മേളനമാണ്, അതുകൊണ്ട് പ്രവർത്തകർ മാത്രം പങ്കെടുത്താൽ പോലെ അങ്ങനെയല്ലേ വരുള്ളൂ, ഒരു നായർ സമ്മേളനം ഇടാമായിരുന്നില്ല, മഹാസമ്മേളനം ഇടാമായിരുന്നു. പക്ഷേ ചില നടപടിക്രമങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. നായർ മഹാസമ്മേളനം നടത്തുന്നത് ജനസംഖ്യയാണ് കാണുന്നത്. അത് മറ്റ് ഡാഷ്ബോർഡ് മെമ്പർമാരോ അല്ലെങ്കിൽ ടാക്സ് സർവീസ് സൊസൈറ്റിയുടെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥരായിരിക്കും. പ്രവർത്തന സമ്മേളനം എന്ന് പറഞ്ഞാൽ അത് ഇക്കാലത്തിൽ വേണം ചെയ്യാവുന്നത്. ഒരു നായർ മഹാസമ്മേളനം നടത്താനുള്ള സ്ഥലമോ സൗകര്യമോ നമുക്കില്ല. പക്ഷേ ഈ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സമുദായത്തിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു മാറ്റം, അതുണ്ടായിട്ടുള്ള ആത്മവിശ്വാസം നമ്മൾ കാണാതിരിക്കുന്നു. ഇതിൽ നിന്നൊരു ഊർജ്ജം ഉൾക്കൊണ്ട് വേണം നമ്മുടെ കരയോഗ ഭാരവാഹികൾക്ക് കൂടുതൽ കരുത്തോടുകൂടി പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ. ഇവിടെ ഒരു കേരളം സൂചിപ്പിക്കുകയുണ്ടായി. അവിടെ വെച്ച് ഒരു സ്ഥലം സമ്പാദിക്കുന്നതിനെ കുറിച്ചും അവിടെ ഒരു ഓഡിറ്റോറിയം പണിയുന്നതിനെ കുറിച്ചും
ഞാനൊരാഗ്രഹത്തോടെ പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം 67 വർഷമായി താലൂക്കിലുണ്ടായി. അതൊരു 7 വർഷത്തെ സ്ഥലത്തൊടുക്കുന്നതിന് കെട്ടണം. അതിൻ്റെ അകത്ത് ചെയ്യാവുന്ന പണികൾ മുഴുവൻ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിന് പുറത്ത് ഒരു വാഹനം പോലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ വാഹനത്തിൽ പോയി അവരുടെ സൗകര്യത്തിനനുസരിച്ച് അവർ പറയുന്നത് ചോദിക്കുക നമ്മളൊരു പ്രോഗ്രാം, ഒരു സമ്മേളനം അത് നടത്തുന്ന വലിയ അവസരത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ തന്നെ മെയ് 7-ാം തീയതി സമ്മേളനം ആ ഒരു ദിവസം കിട്ടാൻ വേണ്ടിയിട്ട് മറ്റെല്ലാ ദിവസങ്ങളും പല ഓഡിറ്റോറിയങ്ങളിൽ നോക്കിയിട്ട് കിട്ടാതെ വന്നപ്പോഴാണ് വീട്ടിൽ നിശ്ചയിക്കുന്നത്. അപ്പോൾ നമുക്കിനി അടുത്തൊരു സമ്മേളനം നടത്തണമെങ്കിൽ അത് നമുക്ക് സ്വന്തമായിട്ടൊരു സ്ഥലം വേണം, നമുക്ക് കെട്ടിടം വേണം. എനിക്ക് തന്നെ അറിയാം, അന്ന് 2 ദിവസം കൊണ്ട് റോഡുള്ളത് കയറ്റിയാണ് അവിടുത്തെ ആ മുറ്റത്തുണ്ടായിരുന്ന കല്ലുകൾ മുഴുവൻ ആ ഒതുക്കിയിട്ട് എനിക്ക് കഥാതിരുവാതിലേക്ക് വേണ്ടിയിട്ടുള്ള അറേബ്യൻ ചെയ്തു. പക്ഷേ ഇത് ഒതുക്കി കഴിഞ്ഞാൽ നടക്കുമ്പോൾ എൻ്റെ തിരുപ്പൂർ വീട്ടിൽ നടക്കുമ്പോൾ എൻ്റെ കാല് വേദനിക്കുന്നുണ്ടായിരുന്നു. എത്രയൊക്കെ ഒതുക്കിയാലും ഒതുങ്ങുന്ന വീട്ടിലേക്ക് ഉള്ളൂ. ആ കാലത്ത് അറിഞ്ഞു കിടക്കുന്ന ഒരു മണ്ണാണ്. ഞാനത് ആ വേദന ഞാൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആരും ഒരു പരാതി ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ സഹോദരിമാരുടെ കാര്യങ്ങളിൽ വേദന ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ ആ ഒരു ആവേശത്തിൽ അവരതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇനിയൊരു മെഗാ തിരുവാതിര നടത്തുകയാണെങ്കിൽ ഏറ്റവും സൗകര്യപ്രദമായിട്ട് നമുക്ക് സ്വന്തമായ രീതിയിൽ അത് നടത്താനുള്ള സൗകര്യം കൂടി ഉണ്ടാകണം. ഈ ആഗ്രഹങ്ങളൊക്കെ വെച്ചാണ് ഞാൻ ആ പ്രഖ്യാപനം നടത്തിയത്. അപ്പോൾ പെട്ടെന്ന് ഇത് മുന്നോട്ട് വന്നത് നമുക്ക് നടപ്പാക്കാൻ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞ് പൂർണ്ണമായി നമ്മൾ അവരെ ഉൾക്കൊണ്ടു. ആ ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന അവസരത്തിൽ നമുക്ക് ചില സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കാതിരിക്കുന്ന ചിലർക്കാണ് അതിനെപ്പറ്റിയുള്ള ഒരു ആശങ്കയുള്ളത്. നമ്മളൊരു ഓഡിറ്റോറിയം പണിയുന്നു, അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലം വാങ്ങണം, അത് പൂർണ്ണമായും NSS താലൂക്ക് യൂണിയൻ്റെ കീഴിൽ മാത്രമേ അത് ചെയ്യാൻ സാധിക്കൂ. അല്ലെങ്കിൽ അത് നിയമാവലി അനുസരിച്ച് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കൂ. അതിൻ്റെ അകത്ത് നമ്മൾ മേടിക്കുന്ന സംഭാവനകളെ സംബന്ധിച്ചിടത്തോളം ആ സംഭാവന തരുന്ന ആൾക്ക് നമ്മൾ എന്ത് തിരിച്ചു കൊടുക്കുമെന്ന് ചോദിക്കാൻ നമുക്കൊന്നും കൊടുക്കാനില്ല. അതുപോലെ തന്നെ അതിൻ്റെ ഭരണം നിർവഹിക്കേണ്ടത് ഇവിടെ നമുക്ക് തൊടുപുഴ താലൂക്കിൽ 37 കരയോഗങ്ങളാണുള്ളത്. ആ 37 കരയോഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് കാലാകാലത്തിൽ വരുന്ന ഭരണസമിതിയാണ്. അപ്പോൾ ആ ഭരണസമിതിയുടെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ മാത്രമേ ഈ സ്ഥാപനം പ്രവർത്തിക്കുള്ളൂ. കാരണം ഇത് നായർ സമുദായത്തിൻ്റെ സ്വത്താണ്. ഇത് ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അപ്പോൾ എൻ്റെ സ്ഥാനത്ത് വരുന്ന പ്രസിഡന്റ് ഇപ്പോഴുള്ള കമ്മിറ്റിയുടെ സ്ഥാനത്ത് വരുന്ന മറ്റ് കമ്മിറ്റി മെമ്പർമാരുമാണ് അവർ ഭരിക്കുന്നത്. ആ ഭരണത്തിൽ ഈ 37 കരയോഗങ്ങൾക്കും അവരുടേതായ ഒരു പങ്കുണ്ട്. ഈ കരയോഗ പ്രസിഡന്റുമാരെയും സെക്രട്ടറിമാരെയെല്ലാം മാറ്റി നിർത്തി, കരയോഗ കമ്മിറ്റിക്കാരെയെല്ലാം മാറ്റി നിർത്തി ഏതായാലും ചില വ്യക്തികളിലേക്ക് ഈ ചുരുങ്ങിക്കഴിഞ്ഞാൽ ഒരു വലിയ വിമർശനങ്ങൾക്കറിയാം. നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു വലിയ പ്രോജക്റ്റ് അത് ചെയ്തു കഴിഞ്ഞിട്ട് ഒരു അഭിപ്രായ വിശ്വാസമുണ്ടായി എന്തെങ്കിലും കാരണവശാൽ അത് നിന്ന് പോയാൽ നമുക്ക് അതിൻ്റെ ഫൗണ്ടേഷനിൽ നിന്ന് നമുക്ക് തുടങ്ങാൻ സാധിക്കും. ഒരു 20 കോടിയോ 30 കോടിയോ എന്നൊക്കെ പറഞ്ഞാൽ തൊടുപുഴയിലെ നായർ സമുദായത്തിൽ എങ്ങനെയൊക്കെ അത് ശേഖരിക്കാൻ സാധിച്ചാലും അത് വലിയൊരു തുകയാണ്. നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് സാധിക്കുന്നത്. നമുക്ക് നാളെ തന്നെ ഈ ഓഡിറ്റോറിയം ഉണ്ടാകുമെന്നോ നാളെ തന്നെ ഈ സ്ഥലം വാങ്ങാമെന്നോ ഒന്നും മനസ്സിലാക്കാൻ ഉണ്ടായിരുന്നു. ആചാര്യം കാണിച്ചു തന്നിട്ടുള്ള ഒരു മാർഗത്തിലൂടെ ഇനി വേണ്ട പണം സമ്പാദിക്കുക, ആദ്യം സ്ഥലം വാങ്ങുക. ഞാൻ പറഞ്ഞ 20 ഓല വീട്ടിൽ കെട്ടിയിട്ട് അല്ലെങ്കിൽ അടുത്ത സമ്മേളനം നമ്മൾ അവിടെ വെച്ച് നടക്കുന്നു. പല അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരുപാട് ആവശ്യങ്ങളുണ്ടായി. അതായത് 2-3 പേര് ചേർന്നൊരു സംഘടന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയൊക്കെ ഉണ്ടായ ഒരുപാടില്ല. അപ്പോൾ നമ്മൾ എടുത്ത തീരുമാനം എന്തായാലും നമ്മൾ നടത്തണം.
ഇന്ന് അകന്ന് നിൽക്കുന്നവരോ അല്ലെങ്കിൽ ചെറിയ 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 അഭിപ്രായ വ്യത്യാസം വന്നു ഇതൊക്കെ പറയുന്നവരൊന്നും വരാൻ കാര്യമില്ല. അവരെല്ലാം നമ്മൾ ചേർത്ത് വിട്ടുകൊണ്ട് തന്നെയാണ് അവരെയൊക്കെ എഴുതുന്നത് തന്നെയാണ് നമ്മൾ ഇത് നടത്താൻ പോകുന്നത്. പക്ഷേ നമുക്ക് നമ്മുടെ ചട്ടക്കൂടിനുള്ളിൽ ഇതുപോലെ ഇത് ചെയ്യാൻ സാധിക്കും. തീർച്ചയായും അത് നടപ്പാകുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അത് ആത്മവിശ്വാസമാണ്. കാരണം ഇന്നിപ്പോൾ നമ്മൾ ഈ കാണുന്നത് നായസംഗീത സൊസൈറ്റിയുടെ മഹാപ്രസ്ഥാനങ്ങളെല്ലാം വെട്ടി ഉയർത്തിയിരിക്കുന്നത് ഇവിടുത്തെ കോടീശ്വരന്മാരുടെ പണം കൊണ്ടല്ല. അതിനകത്ത് അവരുടെയും ഫണ്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ അതിന് സംഭാവന ചെയ്തിട്ടുണ്ട്. ആയിരക്കണക്കിന് ഏക്കർ കൊടുത്തവരുണ്ടാകാം, 1,000 കൊടുത്തവരുണ്ടാകാം, ലക്ഷം രൂപ കൊടുത്തവരുണ്ടാകാം, ഇതൊക്കെ ഉണ്ടാകാം. പക്ഷേ ഈ സ്ഥാപനങ്ങളെല്ലാം ഉണ്ടായത് ഈ നാട്ടിലെ നായർ സമുദായത്തിലെ അമ്മമാരെ ഒരു നേരത്തെ അരി വയ്ക്കാനായിട്ട് അവർ ആ പാത്രത്തിലേക്ക് ഒരു പിടി അരി വാരി ഇടുമ്പോൾ ആ കൈകൊണ്ട് തന്നെ തൻ്റെ സമുദായത്തിൻ്റെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി, തൻ്റെ സമുദായത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി മറ്റൊരു കുടത്തിലേക്ക് ഒരു പിടി അരി വാരി ഇട്ടിരുന്നു. അങ്ങനെയാണ് ഈ അരി പിരിവായിട്ടും അതുപോലെ തന്നെ കിട്ടുകയും ചെയ്യും. നമുക്കറിയാം, ഇനി മറ്റൊരു സ്ഥലം ഇവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള മൂവാറ്റുപുഴക്കാരനാണ്. അദ്ദേഹമൊക്കെ സഹിച്ചിട്ടുള്ള ത്യാഗമായിട്ട് വീടാണ്. ഈ മുഴുവൻ കുടുംബങ്ങളിൽ കയറി കെട്ടുകയും ഈ പിരിവുകളും എല്ലാം നടത്തി സ്വരൂപിച്ച പണം കൊണ്ടാണ് ഈ സ്ഥാപനങ്ങളെല്ലാം ഇവിടെ തോന്നിയിട്ടുള്ളത്. ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് ഈ 110 കൊല്ലം ഈ നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം പടുത്തുയർത്തിയ ഈ സ്ഥാപനങ്ങളെല്ലാം നിലനിൽക്കുന്നത് ഈ സ്ത്രീകളുടെ, നമ്മുടെ അമ്മമാരുടെ, അവരുടെ ആ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ്. ഈ ആത്മചൈതന്യം എന്ന് പറയുന്നത് അവരുടെ പ്രാർത്ഥനയാണ്. അപ്പം അതേക്കുറിച്ച് ഉള്ള ആവലാതികളൊന്നും ആർക്ക് വേണ്ട. നമ്മൾ ഇത് നടപ്പാക്കുന്നത് ഇന്ന് നമുക്കറിയാം, വളരെയേറെ പരിമിതികളിലൂടെയാണ് നമ്മുടെ നായർ സമുദായവും നായർ സർവീസ് സൊസൈറ്റിയും ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഭരണരംഗത്താണെങ്കിലും ഭരണഘടനയിലാണെങ്കിലും ഒരുപാട് പരിമിതികളുണ്ട്. നമ്മുടെ മുഴുവനായിട്ട് പഠിച്ചു വരുന്ന കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് ഈ രാജ്യത്തെ ചില നിയമങ്ങൾ തന്നെ ശ്രമിക്കുന്നുണ്ട്. തൊഴിൽ മേഖലയിലേക്ക് കടക്കുമ്പോൾ അവിടെയും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇന്നിപ്പോൾ നമ്മളെ തന്നെ വിഭജിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ടക്കാരും മറുവശത്ത് പിന്നോട്ടക്കാരും ന്യൂനപക്ഷങ്ങളും ചേർന്ന് ഒരു സംഘടിത ശക്തിയായിട്ട് അങ്ങേവശം മാറുകയും അതിനെ വോട്ട് ബാങ്കാക്കിക്കൊണ്ട് ഇങ്ങനെ വശത്ത് കിട്ടുന്ന നമ്മളെ നിരന്തരമായി ആക്രമിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇന്ന് ഹിന്ദു സമൂഹത്തിന് തന്നെ ആക്രമിച്ച് തകർക്കപ്പെട്ട രീതിയിലാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ ദേവാലയങ്ങൾ, നമ്മുടെ ആരാധനാലയങ്ങൾ, നമ്മുടെ പുതിയ പുരാണ ഗ്രന്ഥങ്ങൾ, ഇതെല്ലാം ഇന്ന് ഏറ്റവും കൂടുതൽ വിമർശന വിധേയമാക്കുകയും മറ്റുള്ളവരുടെ സ്ഥാപനങ്ങളെക്കുറിച്ച് പറയാൻ അവർക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അവരെ ഏറ്റവും അതിശോക്തിയോടുകൂടി അവരെ കുളിച്ചുകൊണ്ട് നടക്കുകയും ഇവിടെ വിദ്യാഭ്യാസത്തെ ഇപ്പോൾ ഒരുപാട് സാഹിത്യകാരന്മാരെ ഇറങ്ങിയിട്ടുണ്ട്. അവർ തന്നെ രാമായണ മഹാഭാരതമൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സുരക്ഷിതമെന്ന് പറയുന്ന ആളുടെ ലേഖനം ഞാൻ വായിക്കുന്നത്. അത്തരത്തിലുള്ള ആളുകളാണ് സമൂഹത്തിലേക്ക്, ഹിന്ദു സമൂഹത്തിലെ എടുത്തു പറയുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് നമ്മുടെ ഈ സംസ്കാരത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെ വിജയമാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ മാതാപിതാക്കൾ യഥാർത്ഥത്തിൽ അവർക്ക് വേണ്ടിയിട്ട് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ അവരെ നമ്മുടെ സംസ്കാരത്തോട് ചേർത്ത് നിർത്താനും 10,000 വർഷത്തെ ആ പൈതൃകത്തെ, ആ സമ്പത്തിനെ നമ്മുടെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാനും തയ്യാറാകുന്നില്ലെങ്കിൽ വലിയ അപകടകരമായ കാര്യമാണ്. മറ്റുള്ളവർക്കെല്ലാം അവർക്ക് അവരുടെ മതബോധനം ഉൾക്കൊണ്ട് വളരുവാനുള്ള സൗകര്യമുണ്ട്. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നായർ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ആണ് ആ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ മടിയുള്ളത്. ഇന്നിപ്പോൾ തന്നെ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അടുത്ത നൂറ്റാണ്ടിലെ വിദ്യാഭ്യാസം എന്തായിരിക്കണമെന്ന്, അടുത്ത നൂറ്റാണ്ടിലെ തൊഴിൽ സാധ്യതകൾ എന്തായിരിക്കണമെന്ന്
ചിന്തിക്കുന്ന സമൂഹങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്, സമുദായങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. നമ്മളിന്നും പരമ്പരാഗതമായ വിദ്യാഭ്യാസത്തെക്കുറിച്ചും പരമ്പരാഗതമായ തൊഴിൽ രീതികളെക്കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് 2030 ഏതാണ്ട് 50% ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലുകൾ ഇല്ലാതാകുമെന്നാണ് പറയുന്നത്. മറ്റേതൊരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ആ മാറ്റങ്ങളെ അതിശയിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കടന്നു വന്നിട്ടുള്ളത്. അപ്പൊ ഈ അടുത്ത കാലത്ത് തന്നെ ബോളിവുഡിൽ ഒരു വലിയ സമരം നടത്തിയിട്ടുണ്ടായി. ആ സമരം ചെയ്തത് അവിടുത്തെ സ്റ്റുഡൻസും അവിടുത്തെ ആക്ടേഴ്സും ഒക്കെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്തെല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചെയ്യും, ഒരു കഥയുടെ ഒരു ടീം അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇതിലൂടെ തന്നെ അവർക്ക് സ്ക്രിപ്റ്റ് മുഴുവൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നൊരു ആർട്ടിസ്റ്റ് പകുതിക്ക് വെച്ച് നിർത്തി പോയിക്കഴിഞ്ഞാൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ ചെയ്ത കഥാപാത്രത്തെ ബാക്കി കൂടെ ചെയ്യാൻ സഹായിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഈ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പടക്കട്ടിലടങ്ങി മറ്റു രാഷ്ട്രങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളോടൊപ്പമാണ് നമ്മുടെ കുട്ടികൾ മത്സരിക്കാൻ. ഈ ലോക കമ്പോളത്തിലാണ് നമ്മുടെ കുട്ടികളെ വിടേണ്ടിയിരിക്കുന്നത്. അത്തരത്തിലേക്കൊരു മാറ്റം അവരിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പരീക്ഷണം നമുക്ക് നടത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഞാനിന്ന് രാവിലെ കുട്ടികളോട് ചോദിച്ചു, നിങ്ങളുടെ ഈ മൊബൈൽ ഫോണിൻ്റെ അകത്ത് എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോണുണ്ട്. ഞാൻ ചോദിച്ചു, ഈ AI ഉപയോഗിച്ച് നിങ്ങൾ എന്തെങ്കിലും കാര്യം നിങ്ങൾ അതിനകത്ത് കണ്ടിട്ടുണ്ട്? ഒരാൾ പോലും അത് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കറ്റാ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇപ്പോൾ നിലവിലുണ്ട്. എനിക്കിപ്പോൾ ഒരു സുഹൃത്തിനൊരു കത്തെഴുതണമെങ്കിൽ ഞാൻ ആ സുഹൃത്തിനോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് മാത്രം ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് ഇതിലേക്ക് കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ലെറ്റർ കംപ്ലീറ്റ് വീട്ടുകൾക്കുള്ളിൽ പൂർണ്ണമായും അതിൻ്റെ അകത്തുനിന്ന് എനിക്ക് പ്രിൻ്റൗട്ട് എടുക്കാനാണ്. അങ്ങനെയൊക്കെ ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഇവിടെ എക്സൈസിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനുണ്ട്, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മദ്യവും മയക്കുമരുന്നും ഇന്ന് കേരളത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 10 വർഷം ഇവിടെ പൈസന്മാരും ഈ മാറ്റത്തിലൂടെ കാണുള്ളൂ. നമ്മുടെ യുവാക്കളിൽ മുഴുവനാണ് തോന്നിയിരിക്കുന്നത്. അവർക്ക് ഈ നാട് വിട്ടുള്ളൂ. എന്നാലും ഇന്നത്തെ തലമുറയെ നശിപ്പിക്കാൻ കഴിയുന്ന അത്രയും വലിയ ശീലകൃത്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ തടഞ്ഞു നിർത്തണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അത്രമാത്രം ശ്രദ്ധയോടുകൂടി വളർത്തണം. രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരമാണ് വീട്ടിൽ വരുന്നത്. ഇതിൽ പങ്കെടുത്തവർ നടക്കട്ടെ അല്ലേ?